നീ എന്തേ വല്ല പെട്ടിയൊക്കെ ആയിട്ട് നാട് വിട്ട് പോവാണോ? ഒന്നും പറയണ്ട, വീടും കൂടെ ഷിഫ്റ്റ് ആക്കിയോണ്ടേ കബോർഡിൽ ഒട്ടും സ്ഥലമില്ല. അപ്പൊ ഞാൻ വെച്ചു കുറച്ച് പാക്ക് ചെയ്തിട്ട് നാട്ടിലോട്ട് വിടാന്ന്. ഞാൻ എന്റെ ചെറിയ പെട്ടി അയക്കാൻ പറഞ്ഞ ജസ്റ്റ് 40 പൗണ്ട് ആവത്തോളൂ. എനിക്കിത് കണ്ടിട്ട് ഒരു 100 പൗണ്ട് ആവുമെന്ന് തോന്നുന്നു. ആണോ? നമുക്ക് നോക്കാം. Hey girl, you're next. Let me check your parcel. ഷുവർ, താങ്ക് യു. 10 കിലോ ഉള്ളല്ലേ? 10 കിലോ 80 പൗണ്ട്സ് കേട്ടോ. 80 പൗണ്ട്സോ? അതെന്താ? ഞാൻ നിങ്ങളുടെ എല്ലാ റീൽസിലും കണ്ടിട്ടുണ്ടല്ലോ പെർ kg 4 പൗണ്ടാണ്. നിങ്ങളെന്താ നമ്മളെ പറ്റിക്കുകയാണോ? See, let me explain. നമുക്ക് എന്നെ കൂടെ ഒന്ന് നോക്കാം. ഓക്കെ. ഇത് 10 കിലോന്. So total 40 pounds. ഇതെങ്ങനെ ശരിയാവും? ഞങ്ങൾ രണ്ടുപേരുടെയും പാഴ്സൽ സെയിം വെയിറ്റ്. പിന്നെ ഞാനെന്താ ഡബിൾ പേയ്മെന്റ് ചെയ്യുന്നത്? അത് ശരിയാണ്. You're right. Let me explain. So here how it works. എയർ കാർഗോയില് ചാർജ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ഹയർ വാല്യൂ ബിറ്റ്വീൻ ആക്ച്വൽ വെയിറ്റ് ആൻഡ് വോളിയോമെട്രിക് വെയിറ്റ്. ഇപ്പോൾ നിങ്ങളുടെ പാഴ്സലിന് വെയിറ്റ് കുറവാണെങ്കിൽ പോലും ഇഫ് ദേ ആർ ഓക്യുപ്പൈങ് ലോട്ട് ഓഫ് സ്പേസ് ആക്ച്വലി യു ആർ പേയിങ് ഫോർ ദി സ്പേസ്. ഇൻ യുവർ കേസ് ഈ ഒരു ബോക്സിൽ 10 kg ആണെങ്കിലും ഇറ്റ്സ് എ 20 kg ബോക്സ് ഇൻ ഡയമെൻഷൻ വൈസ്. അപ്പൊ ആക്ച്വലി നമ്മൾ 4 pounds ചാർജ് ചെയ്യുന്നുള്ളൂ, പക്ഷെ 20 kg ആയതുകൊണ്ട് ഡബിൾ പ്രൈസ് ആയി തോന്നുന്നു. ബട്ട് ഇൻ യുവർ കേസ് ഇതൊരു 10 kg ബോക്സ് ആണ് വിച്ച് ഹോൾഡ്സ് 10 kg ഓൾറെഡി. അതുകൊണ്ട് സിമ്പിൾ കാൽക്കുലേഷൻ 40 pounds. അപ്പൊ വെയിറ്റിലല്ല കാര്യം, സ്പേസിലാണ്. അപ്പൊ നെക്സ്റ്റ് ടൈം ഇനി ചെറിയ പെട്ടായിട്ട് വരണം. അതെ. So always remember you pay for what weighs more, whether it is actual or volumetric.